വെറുതെ അല്ല, അരി കഴുകി പൊടിപ്പിച്ച് പത്തിരിക്ക് വേറെ പൊടിച്ച്. ഇതാണ് എൻ്റെ ഒരു രസം. ഇങ്ങനെ റോഡ് സൈഡിലിരുന്ന് ഭക്ഷണം കഴിക്കുക. സത്യത്തിൽ എന്താ എനിക്ക് വീണ് കിട്ടിയ നോട്ടുള്ളതാട്ടോ ഇതൊക്കെ. വിചാരിക്കാണ്ടുള്ള ഒരു യാത്രയാണ്. എങ്ങോട്ട് എടേക്കിന്നൊന്നുമില്ല, എല്ലാരും കൂടി അങ്ങോട്ട് ഇറങ്ങിയതാ. ദേവുമില്ലാത്തത് ദേവ് കൊയിലാണ്ടി പോയിട്ടുണ്ട്, അതുകൊണ്ട് ദേവുമില്ല. അപ്പൊ ഞാൻ 5 ആളുള്ളത്. 4 ആള് അത് 5 ആളെന്ന് പറഞ്ഞ ശീലായി പോയതാ. ഇനിയിപ്പോ എന്തായാലും പോന്ന വഴിക്ക് നമുക്ക് എന്താ അറിയാ, എവിടെയാ പോന്നെ, എങ്ങനെയാ പോന്നെ എന്നൊക്കെ അറിയാം. നമ്മള് തീക്കുനി എത്തി. അപ്പം ഭക്ഷണം കഴിക്കേണ്ട സമയമായതുകൊണ്ട് ഇന്ന് ഭക്ഷണം ഒന്നും ഉണ്ടാക്കിയില്ല, വെറുതെ അങ്ങ് ഇറങ്ങിയതാണ് പുറത്ത്. അപ്പോൾ തീക്കുനി എത്തിയിട്ടുണ്ട്. തീക്കുനിയുള്ളൊരു ഹോട്ടലിൽ വെറുതെ അല്ല, അരി കഴുകി പൊടിപ്പിച്ച് പത്തിരിക്ക് വേറെ പൊടിച്ച്, പുട്ടിന് വേറെ പൊടിച്ച്, ഗോതമ്പ് കഴുകി ഉണക്കി വറുത്ത് പൊടിക്കാൻ കൊടുത്ത്. ഇതെല്ലാം കൂടി കഴിയുമ്പോഴത്തേക്ക് 12:45 1 മണി. പിന്നെ എന്തെങ്കിലും നേരത്തെ ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പിന്നെ ഫുഡിന്റെ കാര്യമൊന്നും ഉണ്ടാക്കാൻ സമയം കിട്ടില്ല. അപ്പം പിന്നെ എന്തായാലും പുറത്തുനിന്ന് ആക്കാന്ന് വിചാരിച്ചു. ഇതാ ഫുഡെല്ലാം വാങ്ങി നമ്മൾ ഇതിന് എവിടെന്നെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം തപ്പി നടക്കുക കേട്ടോ. ഇതായിരിക്കും വിചാരിക്കും കണ്ടാല് പ്രാന്താണ്. ഇവിടെ അടുത്തൊരു സ്ഥലമുണ്ട്, നല്ലൊരു വയലൊക്കെ ഉള്ള സ്ഥലമുണ്ട്. അവിടത്തേക്ക് പോവാം. അവിടെ എത്തി കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. എല്ലാം നമ്മള് വീട്ടിൽ നിന്ന് എങ്ങനെ തന്നെ ഉണ്ടാക്കി കഴിക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു ആദ്യം വിചാരിച്ചു. ആദ്യം വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് ഉണ്ടാക്കിയിട്ട് നമുക്ക് എവിടെയെങ്കിലും പോയിരുന്ന് കഴിക്കാം, അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ചിന്തിച്ചിനു. ഇത് അത്ര സുന്ദരമായ സ്ഥലം നമ്മള് എത്തിട്ടോ. നമ്മള് ഏതായിരുന്നു ഉദ്ദേശിച്ചിട്ട് സ്ഥലം? പള്ളിയത്ത്. ഇതാണ് ആയഞ്ചേരിക്കടുത്ത് പള്ളിയത്ത് എന്ന് പറഞ്ഞ സ്ഥലം. പള്ളിയത്ത് എത്തിട്ടോ. ഇപ്പൊ കുറെ ആൾക്കാർ യൂട്യൂബിലൊക്കെ കാണിച്ചിട്ടുണ്ടാവും പള്ളിയത്ത് എന്നുള്ള സ്ഥലം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഞാൻ പുറത്ത് കാണിച്ചു തരാം. ഇതാണ് പള്ളിയത്തുള്ള പുതിയതായിട്ട് ഇപ്പൊ റോഡൊക്കെ നല്ല സൂപ്പർ ആക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ടോ? അടിപൊളിയല്ലേ സ്ഥലം അല്ലേ? നല്ല സ്റ്റൈലാട്ടോ കാണാൻ. മഴക്കാറ് കൂടി ഉണ്ടാകുമ്പോഴത്തേക്ക് ഏകദേശം ഒരു കരിയാത്തം പോയൊരു ഫീൽ ഉണ്ട് അല്ലേ? അതെ അതെ, ഇത് വയലാണ്. വയലില് വെള്ളം നിറഞ്ഞിട്ടാണ് ഉള്ളത്. കൈ പിടിച്ചിട്ടോ മീനെ പിടിക്കാൻ. ഇവിടുന്ന് പിടിക്കാനാവൂല. അടിപൊളി സ്പേസ് കേട്ടോ. അപ്പൊ എന്തായാലും ഭക്ഷണം വാങ്ങിയ ഭക്ഷണം കൊടുക്കുക കേട്ടോ. സിദ്ധു വിശന്ന് തുടങ്ങി, ഇത് വേഗം കഴിക്കാൻ തുടങ്ങി. വണ്ടീൻ്റെ അകത്ത് തന്നെ നമ്മൾ സ്ഥലം കണ്ടെത്തി കേട്ടോ. നല്ല വൈബിൽ തന്നെ കഴിക്കാന്ന് വിചാരിച്ചിട്ടാണ്. ഒരു സുഖം. ഇതൊരു സുഖം. 2 ആള് ഡിക്കിന്റെ ഉള്ളിന്ന്, ഒരാളിത് അവിടുന്ന് അടിച്ചു മാറ്റിയ ഇതോ കോയിലിന്റെ വൈരാഗ്യമുള്ള മാതിരി. നമ്മളെ ഉണ്ണിയേട്ടന്റെ വേനാട്ടോ. ഞാളെ അടുത്തുള്ള എന്ത് വണ്ടിയും പിന്നെ പ്രത്യേകമായിട്ട് എടുത്ത് പറയണ്ടല്ലോ, ഉണ്ണിയേട്ടന്റെയാണ്. ഈ സ്ഥലത്ത് വന്നിട്ട് ഇങ്ങനെ കഴിക്കാൻ തോന്നുന്ന സുഖാട്ടോ. പുറത്തിരുന്നിട്ട് ഇതാണ് എൻ്റെ ഒരു രസം. ഇങ്ങനെ റോഡ് സൈഡിലിരുന്ന് ഭക്ഷണം കഴിക്കുക. ഇതാ ഒരാൾ നല്ല സൂപ്പറായിട്ട് ഇരുന്ന് കഴിക്കുന്നുണ്ട്. കുഞ്ഞു ഇതാ കേട്ടോ, ഇവിടെ വണ്ടീൻ്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ ഹോട്ടലാക്കി മാറ്റി. കുഞ്ഞു ഈ അന്ന് അടുക്ക് ആടെ പോയിരിക്കാൻ പറ്റണേ. ചിലപ്പോ ഇല്ലേ മഴ പെയ്യാത്തവരെ വെള്ളം ഇല്ലാത്തവരെ ഇവിടെയൊക്കെ ശരിക്കും നടത്തിട്ട് പോകാനാവുണ്ടാവും അല്ലേ? ഒരാള് കൊടയിൽ എന്തോ ഒരു പണീന്റെ പരിപാടിയിലാണ്. സിദ്ധു എങ്ങനെയുണ്ടോ സ്ഥലം?
കുഞ്ഞു ഇത് മീനെല്ലാം പിടിക്കാൻ നോക്കിക്കേ, ചെറിയ മീനാണല്ലേ അല്ലേ? തോർത്തോണ്ട് പിടിക്കുമ്പോ ഭയങ്കര പേടി തോന്നുക. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഫുള്ള് ഒഴുകി പോന്ന്. നല്ല വെള്ളമാണ്. ഇത് വയലാണ്, വലിയ ആഴമൊന്നും ഉണ്ടാവില്ല, വയലിന്റെ ഒരു വെള്ളം മാത്രമേ ഉള്ളൂ. മഴ പെയ്യുന്നു. ചെറുതായിട്ട് ചാറ്റുന്നുണ്ട് കേട്ടോ മഴ. തിരിച്ച് ആയഞ്ചേരിക്ക് പോകുന്ന വഴി കേട്ടോ ഇത്. അതെ, വയലിൽ കൂടെ അല്ലേ. എന്താ സുഖം, എന്താ കാലാവസ്ഥ. പുറത്തുള്ള ആൾക്കാർക്കൊക്കെ ഇതൊക്കെ കാണുന്ന ഭയങ്കര നൊസ്റ്റാൾജി ഫീൽ ചെയ്യും അല്ലേ? വയലിൽ കൂടി ഇങ്ങനെ പോകുന്ന സമയത്ത് സത്യം എന്തോ ഒരു സുഖാന്നറിയോ. അത് തന്നെയാണ്. ഇപ്പൊ ജോലിന്റെ ഇടയിലല്ലോ ഇങ്ങനത്തെ ഒരു ലീവെല്ലാം കിട്ടുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ പോയിട്ടൊന്ന് റിഫ്രഷ് ആണ് എല്ലാവരും. നാളെപ്പല വീട്ടിൽ ചോറൊന്നും വെക്കാണ്ട്. സത്യത്തിൽ എന്താ എനിക്ക് വീണ് കിട്ടി എന്നെ വീട്ടിലുള്ളതാട്ടോ ഇതൊക്കെ. അങ്ങനെ ഇരിക്കല്ലേ, ദിവസവും രാവിലെ പോകുന്നതിന് മുന്നേ ചോറും കറി ഉപ്പേരി പപ്പട ചായ കൂട്ടലെല്ലാം ഉണ്ടാക്കും. പിന്നെ ആടെ തന്നെ ഇരിക്കും. പിന്നെ വൈകുന്നേരം വരും. പിന്നെ വൈകുന്നേരം എന്തെങ്കിലും ഉണ്ടാക്കും. അപ്പൊ ഇങ്ങനെ ഇറങ്ങാന്നറിയുമ്പോ എനിക്കെന്തോ ലോട്ടറി അടിച്ച പോലെ. ഇവർക്ക് ഡെയിലി പോകുന്നതിനെ കൊണ്ട് നമുക്ക് പ്രശ്നം ഉണ്ടാവുമല്ലോ അല്ലെ. നിങ്ങള് ബോറായിരിക്കും ചിലപ്പോ. ഇനിയിപ്പോ ചെമ്മരത്തൂരിന്ന് വലിയ ആളമാര് പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് സ്ഥലം അറിഞ്ഞൂടാ. കമന്റ് പറയുന്നേട്ടാ എനിക്ക് നല്ലതാണ്. ചെമ്മരത്തൂർ ചെക്കോട്ടി ബസാർ പോണം. ചെക്കോട്ടി ബസാറിലാണ് എന്റെ ഏട്ടൻ സജിത്ത് ഏട്ടന്റെ വീട്. അപ്പൊ നമുക്ക് നിങ്ങള് കാണാത്ത കുറച്ച് കണ്ടിട്ടുണ്ട്. ഇയാളെ ഏതെല്ലാം ഇതിലൊക്കെ നിങ്ങള് കണ്ടിട്ടുണ്ട് അല്ലെ, വീഡിയോയില് കണ്ടിട്ടുണ്ട്. എന്നാലും നമ്മള് അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. ഞാള് അവിടേക്ക് വരുന്നതൊന്നും അവരെ അറിയൂല കേട്ടോ. ഇനി പോലാട് ഉണ്ടാകുമോ എന്നുള്ള ദൈവത്തിന് അറിയാം. ഞായറാഴ്ച എവിടെയും പോയിക്കൊന്നില്ലേ, അറിയാണ്ട് പോന്നു. വേറെ ഒന്നുമില്ലല്ലോ. മുട്ടായി വേറെ ഏതാള്ളേ? ബേക്കറി എല്ലാം വാങ്ങി, മുട്ടായി എല്ലാം വാങ്ങി പോകുക കേട്ടോ. ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ഓലെ വീട്ടിലേക്ക് പോവുക കേട്ടോ. വീട്ടിലേക്ക് എന്ന് വെച്ചാൽ കുറച്ചൊരു ഉള്ളോട്ടാണ് സ്ഥലം. ആടുന്ന് പിന്നെ കുറച്ച് ചളിയും കുണ്ടും ഒക്കെ ആയിട്ടുള്ളൊരു റോഡുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ചൊരു കയറ്റത്തിലേക്ക് അതിനെ കൊണ്ട് പിന്നെ അങ്ങോട്ട് വണ്ടി പോകില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടി ഇങ്ങോട്ടൊന്നുമില്ലാതെ നടക്കുകയാണ്. കയ്യിലൊരു കവറിലായിട്ട്. സിദ്ധു മുന്നിൽ പോകുന്നുണ്ട് വഴികാട്ടീൻ്റെ തൊട്ട്. ഏറ്റവും ബാക്കിൽ സഹിച്ചേട്ടന് ഏറ്റവും ബാക്കിലായിരുന്നു. പിന്നെ അവിടെ എത്തിയ ശേഷം ഇതാണ് നമ്മളെ ഏട്ടൻ്റെ മോൻ ധ്യാൻ സജിത്ത്. നമ്മൾ കണ്ടിട്ടുണ്ടാവും, വീഡിയോയിൽ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ട്. പിന്നെ ധന്യേച്ചീനെ ഫാമിലിനൊന്നും കാണിക്കാതെ എന്ന് വെച്ചാൽ ധന്യേച്ചി വനിച്ച് കിടക്കുക കേട്ടോ. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ഓരോ വീഡിയോ എടുത്ത് ബുദ്ധിമുട്ടിക്കേണ്ട അയച്ചിട്ട് പിന്നെ തിരിച്ച് വരുമ്പോഴത്തേക്ക് ശരിക്കും പറയുകയാണെങ്കിൽ കുറച്ച് 6-6 ഇരുടായിട്ടോ. നേരെ പോകുന്ന പോക്ക് എങ്ങോട്ടെന്ന് വെച്ചാൽ മില്ലിലേക്കാണ്. അതിനിടയ്ക്ക് കുറച്ച് നെല്ലിക്ക വാങ്ങിയിട്ടോ. ഞങ്ങൾ നേരത്തെ പോകുമ്പോഴേ നെല്ലിക്ക അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴേ നോട്ടോട്ട് വെച്ചിട്ടുണ്ട്. എന്തോ ഭാഗ്യത്തിന് അയാളെ വണ്ടി അടച്ച് പൂട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുത്തി തുറന്ന് അങ്ങനെ അയാള് വയലിൽ പോയി ചോറ് തിന്ന് ഏട്ടന്റെ വീട്ടിൽ പോയി ലാസ്റ്റ് അരി പൊടിപ്പിച്ച് വാങ്ങി ഇതപ്പ വീട്ടിലെത്തി. ഇത് പത്തിരിക്ക് ഇത് പുട്ടിന് ഇത് ഗോതമ്പ് വറുത്ത് പൊടിച്ച. അപ്പൊ ഇന്നത്തെ കുറെ ചെറിയ ചെറിയ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. നല്ല സ്ഥലത്ത് പോയ സമയത്ത് നല്ലൊരു ഇതായിരുന്നു. പിന്നെ അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നതിന്റെ ആ ഒരു ഫീലിംഗ് കാര്യമൊക്കെ. പിന്നെ ഏട്ടന്റെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് അവർക്ക് സുഖമില്ലാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതാണ് ചെറിയൊരു വിഷമമുള്ളൂ. പിന്നെ ആകെ ഒരു ഇതെന്ന് വെച്ചാൽ ദൈവം ഇല്ലാത്തതിനെ കൊണ്ട് ഒരാൾ ആണ്. അതുകൊണ്ടൊരു ഇതുണ്ടായിരുന്നു. പിന്നെ എന്താ പറയാ, നല്ല മഴയാണ്. നല്ല മഴയാണ്. ഇപ്പൊ വരുന്ന സമയത്ത് നല്ല മഴയാണ്. ഭാഗ്യത്തിന് അവിടെ നമ്മളെ മില്ല് പൂട്ടി പോകുന്നുള്ള പേടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് 7 മണി വരെ അയാളെന്തോ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ ചെറിയ വിശേഷങ്ങൾ. എല്ലാവരും വീഡിയോ കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.